എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ടെലിവിഷൻ ചാനലാണ് ജനം ടി വി. ഈ ജനം ടി വിയിൽ ഈ ചില നാളുകളായി തുടർച്ചയായി വരുന്ന ഒരു വാർത്തയുണ്ട്. അത് പാസ്റ്റർ ബിനു വാഴമുട്ടത്തെ അറസ്റ്റ് ചെയ്യണം എന്നതുമായി ബന്ധപ്പെട്ടാണ്. ഓമല്ലൂർ കേന്ദ്രമാക്കി ഏലോഹിം മിനിസ്ട്രി എന്ന പേരിൽ ഒരു ന്യൂ ജനറേഷൻ ചർച്ച് നടത്തുന്നയാളാണ് ഈ പാസ്റ്റർ ബിനു വാഴമുട്ടം. അപ്പം ന്യൂ ജനറേഷൻ ചർച്ചുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് പെന്തക്കോസ്റ്റൽ സഭകളിൽ നിന്ന് വ്യത്യസ്തമായി പെന്തക്കോസ്റ്റൽ സഭകൾക്ക് ആഭരണ വർജനം നിർബന്ധമാണ്. അതുപോലെ വസ്ത്രധാരണത്തിന് ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. അപ്പം ന്യൂ ജനറേഷൻ ചർച്ചുകളിലേക്ക് വരുമ്പോൾ അങ്ങനെയുള്ള യാതൊരു വിധമായിട്ടുള്ള അതിർവരമ്പുകളൊന്നുമില്ല. ആർക്കും വരാം, പ്രാർത്ഥിക്കാം, ഏത് വസ്ത്രം വേണേലും ധരിക്കാം, ആഭരണം ധരിക്കുന്നതിന് കുഴപ്പമില്ല. പൊതുവെ അല്പം ഉന്മേഷവും ഉത്സാഹവും ഒക്കെ കൂടുതലുള്ള ഒരു പ്രസ്ഥാനങ്ങളാണ് പൊതുവെ ന്യൂ ജനറേഷൻ ചർച്ചുകൾ. അതുകൊണ്ട് ഈ നാളുകളിൽ ഈയാമ്പാറ്റ പോലെ ആളുകൾ ഈ ന്യൂ ജനറേഷൻ ചർച്ചുകളിലേക്ക് ഓടിക്കൂടുന്നുണ്ട്. അപ്പോൾ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ന്യൂ ജനറേഷൻ ചർച്ച് പാസ്റ്ററാണ് പാസ്റ്റർ ബിനു വാഴമുട്ടം. എന്നാൽ ജനം ടി വി ചോദിക്കുന്നത്, പാസ്റ്റർ ബിനു വാഴമുട്ടത്തിന് എന്താ കൊമ്പുണ്ടോ? ഇത്രയും വലിയ പ്രതിസന്ധികളുണ്ടായിട്ടും ഇത്രയും വലിയ പ്രശ്നങ്ങളുണ്ടായിട്ടും എന്തുകൊണ്ട് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ അത് പല ആളുകളും ചോദിക്കാൻ തുടങ്ങി, എന്താണ് പാസ്റ്റർ ബിനു വാഴമുട്ടം ചെയ്ത തെറ്റെന്താണ്? അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പാസ്റ്റർ നടത്തിക്കൊണ്ടിരുന്ന ഒരു വൃദ്ധസദനം. അപ്പോൾ ഈ വൃദ്ധസദനത്തിൽ അവിടെ വാർഡന്മാരായി നിയമിച്ചിരുന്നത് ഈ ചില കേസുകളിൽ പ്രതികളായിട്ട് മാനസാന്തരപ്പെട്ടു എന്ന് വിശ്വസിക്കപ്പെടുന്ന ആളുകളാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു കക്ഷിക്ക് ഏതാണ്ട് 30-ലധികം കേസുകളുണ്ടെന്നാണ് ചില ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ 30-ലധികം കേസുകളുള്ള ക്രിമിനൽസിനെ ആണ് അവിടെ വാർഡന്മാരാക്കി വെച്ചിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ചെറുപ്പക്കാരൻ, പ്രായപൂർത്തിയാകാത്ത ഒരു പയ്യൻ, അദ്ദേഹത്തെ ഒരു മോഷണ കുറ്റം ആരോപിച്ച് അവിടെയുള്ള ആളുകൾ അതിക്രൂരമായി അങ്ങ് പീഡിപ്പിച്ചു. എവിടെയോ പൈസ വെച്ചിരുന്നു, ആ പൈസ ഈ പയ്യൻ എടുത്തു എന്നുള്ളതാണ് കാരണം. അവിടെ കൂടി നിന്ന വാർഡന്മാർ 2-3 പേരുണ്ടായിരുന്നു. അവരെല്ലാം ചേർന്ന് ഈ ചെറുപ്പക്കാരൻ്റെ അല്ലെങ്കിൽ പയ്യൻ്റെ 18 വയസ്സ് പൂർത്തിയാകാത്തത് കൊണ്ട് പ്രായപൂർത്തിയാകാത്ത വ്യക്തിയാണ്. ഈ കുട്ടിയുടെ വായിൽ തുണി തിരികിയതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ അതിക്രൂരമായി ഉപദ്രവിച്ചു എന്നുള്ളതാണ് ഈ പ്രശ്നം. അതുമാത്രമല്ല, ഈ വൃദ്ധസദനത്തിൽ താമസിക്കുന്നവർക്ക് സമയത്തിന് ഭക്ഷണം കൊടുക്കുന്നില്ല. 2 വയസ്സുള്ള ഒരു കുട്ടിക്ക് ഒരു പാല് പോലും കൊടുക്കുന്നില്ല എന്നുള്ളതൊക്കെയാണ് പരാതി. ഒരുപാട് പരാതികളുണ്ട്. അപ്പോൾ ഈ വൃദ്ധസദനങ്ങളെ കേന്ദ്രീകരിച്ചും അനാഥ മന്ദിരങ്ങളെ കേന്ദ്രീകരിച്ചും ഒരുപാട് ആരോപണങ്ങളുണ്ട്. ഈ അടുത്ത നാളുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ വൃദ്ധസദനങ്ങളും അനാഥാലയങ്ങളും നടത്തുന്നവർ ഈ അവയവ കച്ചവടങ്ങളുമായി ബന്ധമുള്ളവരാണെന്നൊക്കെയുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പല ഹോസ്പിറ്റലുകളുമായി ബന്ധപ്പെട്ടും ഇപ്പം അവയവ കച്ചവടമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. എന്തിനാണ് ഈ വൃദ്ധസദനം നടത്തുന്നത്? എന്തിനാണ് ഈ അനാഥ മന്ദിരം നടത്തുന്നത്? അതൊരു ചോദ്യമാണ് നമ്മുടെ മുമ്പിൽ അവശേഷിക്കുന്നത്. ഇപ്പം ഇവിടെ ശരിക്കും ബിനു വാഴമുട്ടം പാസ്റ്റർ അറസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് മുറവിളി കൂട്ടുന്നവർ പറയുന്ന കാര്യം ഇതാണ്: പ്രായപൂർത്തിയാകാത്ത ഒരു ചെറുപ്പക്കാരനെ എന്ത് ചെയ്തു? ഒരു കുട്ടിയെ എന്ത് ചെയ്തു? ഇവർ അതിക്രൂരമായി ഉപദ്രവിച്ചു. അപ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ ഡയറക്ടർ എന്ന നിലയ്ക്ക് ഇത്തരത്തിലുള്ള ക്രിമിനൽസിനെ എന്തുകൊണ്ടാണ് വാർഡനായി നിയമിച്ചതെന്നാണ് ചോദ്യം. അപ്പോൾ മുൻപ് ക്രിമിനൽ പശ്ചാത്തലമുള്ളവരും പോലീസ് കേസുള്ളവരും സമൂഹത്തിൽ യാതൊരു മാതൃകയില്ലാത്തവരുമായിട്ടുള്ള ആളുകളെ ബോധപൂർവം ഇങ്ങനെയുള്ള സ്ഥാപനത്തിൽ വാർഡന്മാരായി നിയമിക്കുന്നത് തെറ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും പാസ്റ്റർ ബിനു വാഴമുട്ടത്തെ പോലെ ഒരാൾ ഇത്രയും വലിയ ക്രിമിനൽസിനെ വാർഡന്മാരായി വെച്ചത് തെറ്റായിപ്പോയി എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അങ്ങനെ വരുമ്പോൾ തെറ്റാരുടെ ഭാഗത്താണ്?
പാസ്റ്റർ ബിനു വാഴമുട്ടത്തിൻ്റെ ഭാഗത്ത് തെറ്റുണ്ട്. എന്താണ്? ഇവർ 10-30 കേസുകളിൽ പ്രതിയാണ് എന്ന് അറിഞ്ഞിട്ടും അവർ മാനസാന്തരപ്പെട്ടു എന്ന് വരുത്തി തീർത്ത് ഇവരെ എന്ത് ചെയ്തു? ഇതിൻ്റെ അകത്ത് വെച്ചു. ഇത് ഒന്നാമത്തെ ഒരു തെറ്റ്. അപ്പോൾ അതുമാത്രമല്ല, 2 വയസ്സുള്ള ഒരു കുട്ടിക്ക് പാല് പോലും കൊടുക്കാതെ ഇദ്ദേഹത്തെ എന്ത് ചെയ്തു? അവരെ ഈ കുട്ടിയെ ഉപദ്രവിച്ചു എന്നുള്ളതൊക്കെയാണ് പരാതി. ഞാൻ പറയാൻ വന്നത്, എന്തിനാണ് ഇങ്ങനെ അനാഥ മന്ദിരങ്ങൾ നടത്തുന്നത്, വൃദ്ധസദനങ്ങൾ നടത്തുന്നത്? ഈ വൃദ്ധസദനങ്ങളിൽ താമസിക്കുന്നവരെല്ലാം അനാഥരാണോ? ഇവർക്ക് വൃദ്ധസദനത്തിൽ പോകാൻ യോഗ്യരാരാണ്? തീർത്തും ഓർഫനായിട്ടുള്ള അപ്പനോ സഹോദരങ്ങളോ മക്കളോ ഒന്നുമില്ലാത്ത ആളുകളാണ്. കേരളത്തിൽ ഇപ്പോൾ ഒരു വലിയ ട്രെൻഡായി മാറിയിരിക്കുകയാണ് മാതാപിതാക്കളെ കൊണ്ടുവന്ന് ഈ വൃദ്ധസദനത്തിലേക്ക് കൊണ്ട് തള്ളുക. മക്കൾ അമേരിക്കയിലോ കാനഡയിലോ ഇംഗ്ലണ്ടിലോ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലോ ഒക്കെ ആയിരിക്കും. ഇവർക്ക് ഈ മാതാപിതാക്കളെ നോക്കാൻ താല്പര്യമില്ല. ഇങ്ങനെ മാതാപിതാക്കളെ നോക്കാൻ താല്പര്യമില്ലാത്ത ഇവർ എന്ത് ചെയ്യും? എവിടെയെങ്കിലും ഉള്ള ഒരു വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി ഏറ്റവും കുറച്ച് അനാഥ മന്ദിരത്തിലുള്ളൊരു മുസ്ലിങ്ങളാണ്. കാരണം അവരവരുടെ മാതാപിതാക്കളെ നോക്കുന്നു. എന്നാൽ ഏറ്റവും അധികം മാതാപിതാക്കളെ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കുന്നത് നമ്മുടെ ആളുകൾ തന്നെയാണ്. അല്ലെങ്കിൽ ഓരോ അനാഥ മന്ദിരങ്ങൾ നിങ്ങൾ പോയി നോക്കിയാൽ, അല്ലെങ്കിൽ വൃദ്ധസദനങ്ങൾ നിങ്ങൾ പോയി നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്ന്, ക്രിമിനൽസിനെ ഇദ്ദേഹം എന്ത് ചെയ്തു? വാർഡനായി നിയമിച്ചു. രണ്ടാമത് എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ, മറ്റ് മതങ്ങളെ അധിക്ഷേപിച്ചു എന്നുള്ളതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, അവിടെ ഈ പെന്തക്കോസുകാരായ ഞങ്ങൾക്ക് ഒരു പ്രത്യേക പരിപാടിയുണ്ട്, ഭൂതത്തെ ഇറക്കുക എന്നുള്ളതാണ് പരാതി. അപ്പോൾ പറയുന്നത് ഈ വ്യക്തിയിൽ ഭൂതം ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഭൂതം ഇപ്പോൾ ഈ ആളിൽ കുടിയിരിക്കുകയാണ്. ഈ ഭൂതത്തെ ഇറക്കിവിടണം. എങ്ങനെ ഇറക്കിവിടും? പല പല മാർഗ്ഗങ്ങളാണ് ഭൂതത്തെ ഇറക്കിവിടാനായിട്ട്. പല മാർഗ്ഗങ്ങളുണ്ട് ഭൂതത്തെ ഇറക്കിവിടാനായിട്ട്. അപ്പോൾ പാസ്റ്റർ ബിനു വാഴമുട്ടം ഭൂതത്തെ ഇറക്കാനായിട്ട് ചെല്ലുമ്പോൾ ഈ ഭൂതം ബാധിച്ച ഈ സ്ത്രീയോ അല്ലെങ്കിൽ പുരുഷനോ കിടന്ന് വെപ്രാളപ്പെടുമ്പോൾ വരുന്ന ചോദ്യം ഇതാണ്. നിന്നിൽ ആരാണ് കുടിയിരിക്കുന്നത്? അപ്പോൾ പറയുന്നു, എന്നിൽ കുടിയിരിക്കുന്നത് ഭദ്രകാളിയാണ്. അപ്പോൾ ഭദ്രകാളി എന്ന് പറയുമ്പോൾ ഹിന്ദു മതത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാനപ്പെട്ട ഒരു ആരാധനാമൂർത്തിയാണ്. അപ്പോൾ പാസ്റ്റർ വാഴമുട്ടം പറയുന്നത്, ഈ ഭദ്രകാളി ഇവരിൽ പ്രവേശിച്ച് ഈ കുടുംബത്തെ ഇല്ലായ്മ ചെയ്യുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭദ്രകാളിയാണ് ഈ കുടുംബത്തെ എന്ത് ചെയ്യുന്നത്? അവരെ ഇല്ലായ്മ ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇങ്ങനെ ഒരു സംഭവങ്ങളല്ല, 100 സംഭവങ്ങളുണ്ട്. ഇതിൻ്റെ അകത്ത് വരുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ, പാസ്റ്റർമാർ അവരുടെ പേരും പ്രശസ്തിയും വർദ്ധിപ്പിക്കാനും ഇതെല്ലാം ഒരു പരസ്യത്തിൻ്റെ ഭാഗമാണ്. അതായത് ഒരു ഭൂതത്തെ ബാധിച്ച ഒരു സ്ത്രീയിൽ നിന്ന് ഭൂതത്തെ ഓടിക്കുക, പുരുഷനിൽ നിന്ന് ഭൂതത്തെ ഓടിക്കുമ്പോൾ ഇതിൻ്റെ വീഡിയോ അവർ പിടിക്കും. ഈ വീഡിയോ എന്തിനാണ്? ഇത് പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ്. അപ്പോൾ എൻ്റെ പാസ്റ്റർ ഒരു പ്രത്യേക വരദാനമുള്ള ആളാണ്, ഭൂതത്തെ ഇറക്കാൻ കഴിവുള്ളയാളാണ്, അല്ലെങ്കിൽ രോഗികളെ സൗഖ്യമാക്കാൻ കഴിവുള്ള ഒരു അസാമാന്യ കഴിവുള്ള എക്സ്ട്രാ ഓർഡിനറി പേഴ്സണാലിറ്റിയാണ് എന്നൊക്കെ വരുത്തി തീർത്ത് ഇദ്ദേഹം എന്തോ ഒരു ദിവ്യത്വമുള്ള ആളാണ് എന്ന് സമൂഹത്തിൻ്റെ മുമ്പിൽ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഇത്തരം വീഡിയോകളൊക്കെ എടുക്കുന്നത്. ഇത് വാഴമുട്ടം പാസ്റ്റർ മാത്രമല്ല, കേരളത്തിലുള്ള സകല പാസ്റ്റർമാരും എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള വിടുതൽ ശുശ്രൂഷകൾ നടത്തുന്ന സകല പാസ്റ്റർമാരും ഈ ഭൂതത്തെ ഓടിക്കുന്നതായിട്ടുള്ള വീഡിയോ ഒക്കെ പിടിക്കും. ഇതിൻ്റെ അകത്ത് പല ആളുകളും ഈ ഭൂതത്തെ ഓടിക്കാൻ പൈസ കൊടുത്ത് നിർത്തിയേക്കുന്നതൊക്കെയാണ് പറയപ്പെടുന്നത്.
അത് പ്രധാനപ്പെട്ട ചില കേരളത്തിലെ ചില പാസ്റ്റർമാരുണ്ടായിരുന്നു. അവർ ഈ കാശ് കൊടുത്ത് തന്നെ ചില സ്ത്രീകളെയും പുരുഷന്മാരെയും അതിൻ്റെ അകത്ത് വേഷം കെട്ടി നിർത്തും. എന്നിട്ട് പറയും, ഞാൻ തലയെ കൈവച്ച് കഴിയുമ്പോൾ നീ വീണോണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് അവർ വീഡിയോയിൽ പിടിക്കും. വീഡിയോയിൽ പിടിച്ചിട്ട് ഇദ്ദേഹം വലിയൊരു അസാമാന്യ കഴിവുള്ള വ്യക്തിയാണ് എന്നുള്ളത് സമൂഹത്തിനെ ബോധ്യപ്പെടുത്തിയാണ്. അങ്ങനെ വരുമ്പോൾ ഈ ദുർബലരായിട്ടുള്ള ആളുകൾ, രോഗികളായിട്ടുള്ള ആളുകൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ആളുകൾ, അതുപോലെ കഞ്ഞിക്ക് ഗതിയില്ലാത്തവർ, അല്ലെങ്കിൽ ബിസിനസ് പലതും ചെയ്തിട്ട് പരാജയപ്പെട്ടവർ, മക്കൾ തലതിരിഞ്ഞു പോയവർ, അല്ലെങ്കിൽ കള്ളുകുടിയന്മാർ, കഞ്ചാവ് വലിക്കാർ, ഇതുപോലെയുള്ള ആളുകളും അവരുടെ കുടുംബക്കാരും ഭാര്യയെല്ലാം ഈയാമ്പാറ്റ പോലെ ഇവരുടെ ഇതും വിശ്വസിച്ച് ഓടിയങ്ങ് ചെല്ലും. ഇതാണ് ഇതിനകത്ത് സംഭവിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വീഡിയോകൾ എടുത്ത് ഫേസ്ബുക്കിൽ ഇടാതിരിക്കണ്ടേ, അതിടും. അത് എന്തിനായിടുന്നത്? ഇത് ഇട്ടതിന് ശേഷം ലഭിക്കുന്നതായിട്ടുള്ള വലിയൊരു വരുമാന സ്രോതസ്സുണ്ട്. നൂറുകണക്കിന് ആളുകൾ, ആയിരക്കണക്കിന് ആളുകളാണ് അവർ ഓടി ഈ ഈയാമ്പാറ്റ പോലെ ഇതിൻ്റെ അകത്തേക്ക് ചെന്ന് ചേർന്ന്. അപ്പോൾ ഈ വരുന്നവർ, അപ്പോൾ ഈ ന്യൂ ജനറേഷൻ ചർച്ചകളിൽ വരുന്നവരൊക്കെ ആത്മീയരാണോ, അല്ലെങ്കിൽ ആത്മീയതയിൽ വളരാൻ വേണ്ടിയാണോ, അല്ലെങ്കിൽ സ്വർഗത്തിൽ പോകാൻ വേണ്ടിയാണോ? അല്ല, അവർക്കൊരു വിടുതൽ വേണം. എന്തിനാണ്? അവരുടെ കടം മാറണം, അവരുടെ മക്കളെ കെട്ടിച്ച് വിടണം, അവർക്ക് രോഗസൗഖ്യം ഉണ്ടാകണം, അല്ലെങ്കിൽ ഭൂതം മാറണം, പ്രേതം മാറണം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും. അപ്പോൾ ഇത് നിരന്തരമായ ഒരു തട്ടിപ്പായി ഇപ്പോൾ കേരളത്തിൽ പല മേഖലകളിലും മാറിയിരിക്കുകയാണ്. പെന്തക്കോസ്ത് സമൂഹം ആദ്യത്തെ ആത്മീക തീഷ്ണതയിൽ നിന്ന് വിട്ട് ഇപ്പോൾ ഇതുപോലെയുള്ള കോപ്രാഞ്ചങ്ങളുടെ പുറകെ നടക്കുകയാണ്. അപ്പോൾ ഈ ജനം ടി വിയിലൊക്കെ ഇരുന്നുകൊണ്ട് ഈ പെന്തക്കോസ്തുകാരെ ഇങ്ങനെ അധിക്ഷേപിക്കുന്നത് കാണുമ്പോൾ ഒരു ഇതെന്താ പറഞ്ഞു, 1980 കാലഘട്ടങ്ങളിൽ പെന്തക്കോസ്ത് പാസ്റ്റർമാരെല്ലാം ഓടിച്ചിട്ട് തല്ലുമായിരുന്നു എന്നൊക്കെ ഈ ജനം ടി വിയിൽ പറയുന്നു. ശരിക്കും പറഞ്ഞാൽ പെന്തക്കോസ്തിൻ്റെ ചരിത്രം ഇവർക്ക് അറിയത്തില്ലാത്തതുകൊണ്ടാണ്. ശരിക്കും പെന്തക്കോസ്തുകാരെ ഓടിച്ചിട്ട് തല്ലുകയോ ഇടിക്കുകയോ കുത്തുകയോ ഒക്കെ ചെയ്ത കാലഘട്ടമുണ്ട്. പക്ഷേ അന്നൊന്നും ഇതിനെതിരെ ആരും പ്രതികരിക്കാനൊന്നും പോയില്ല. കാരണം പ്രതികരിച്ചാൽ ആ ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കുമ്പോൾ അതിന് പ്രതിഫലം കൂടുതലുണ്ടെന്നുള്ള പ്രതീക്ഷയും ബൈബിൾ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലേക്ക് മുമ്പോട്ട് പോയി. ഇന്ന് ആ കാലഘട്ടമൊക്കെ മാറി. അപ്പം ഞാൻ ഈ പറഞ്ഞു വന്നത്, എന്തുകൊണ്ട് പാസ്റ്റർ ബിനു വാഴമുട്ടത്തെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ, ഈ മത വിദ്വേഷത്തിന് അദ്ദേഹത്തിനെതിരെ നിലവിൽ എന്ത് ചെയ്യാം, കേസെടുക്കാം. അതുപോലെ ഈ ക്രിമിനൽസിനെ കൊണ്ടുപോയി ഇവിടെ വെച്ചതിനും കേസെടുക്കാം. അതുമാത്രമല്ല, നിരന്തരമായി ഈ ധർമാന്തരൻ, അതായത് മതപരിവർത്തനം നടത്തുന്നു എന്നുള്ള രീതിയിലും വേണമെങ്കിൽ ഒക്കെ എടുക്കാം. പക്ഷേ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മുമ്പിൽ അവശേഷിക്കുമ്പോൾ ഇപ്പോഴത്തെ സർക്കാരാണ് അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട കാരണം. ഒന്ന്, ഇപ്പോഴത്തെ നമ്മുടെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഒരു പെന്തക്കോസ്തുകാരനാണ്. അദ്ദേഹം പെന്തക്കോസ്ത് സഭകളുടെ പ്രാർത്ഥനാലയങ്ങളിലൊക്കെ പോകും, ബൈബിൾ എടുക്കും, പ്രസംഗിക്കും, വചനമൊക്കെ പറയും. അപ്പോൾ അമ്പലത്തിലും പോകും, പള്ളിയിലും പോകും, മോസ്കിലും പോകും, ഗുരുദ്വാരയിലും പോകും, എല്ലാ സ്ഥലത്തും പോകും. അപ്പോൾ നമ്മൾ പലപ്പോഴും പറയുന്നത് സർവകലാവല്ലഭൻ എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഒരു മുഖ്യമന്ത്രിയാണെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലും പോകണം. അത് ഒരു പൊതുപ്രവർത്തകനല്ലേ, ഒരു പൊതുപ്രവർത്തകനാവും പോകണം. പക്ഷേ ഈ സ്ഥലങ്ങളിലെല്ലാം പോകുമ്പോഴും അദ്ദേഹത്തിന് ഈ പെന്തക്കോസ്റ്റൽ സമൂഹത്തോടും ഒക്കെ ഒരു താല്പര്യം കൂടുതലുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ വന്നു കഴിയുമ്പോൾ അതുമാത്രവുമല്ല, പല പെന്തക്കോസ്തുകാരും അഭിപ്രായപ്പെടുന്നത്, ഇപ്പോൾ ടിജോ തോമസ്, അതുപോലെ ടിനു ജോർജ്, ഇതുപോലെ വാഴമുട്ടം, ഇതുപോലെയുള്ള ആളുകളൊക്കെ അവകാശപ്പെടുന്നത് ഞങ്ങളുടെ പ്രാർത്ഥന കൊണ്ടാണ് വി ഡി സതീശൻ മുഖ്യമന്ത്രിയായത്. അപ്പോൾ അല്ലാതെ അമ്പലത്തിൽ പോയി നേർച്ച നേർന്നതുകൊണ്ടോ അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് പോയതുകൊണ്ടോ ഒന്നുമല്ല, ഞങ്ങൾ പ്രാർത്ഥിച്ചാണ് ഇദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കിയത്, ഇനി അടുത്ത പ്രാവശ്യം ഞങ്ങൾ മുഖ്യമന്ത്രിയാക്കും എന്നുള്ളൊരു തീരുമാനം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ മുഖ്യമന്ത്രിയെ ഒക്കെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്, ഞങ്ങളുടെ പ്രാർത്ഥന കൊണ്ടാണ് ഇദ്ദേഹം മുഖ്യമന്ത്രിയായത് എന്ന് പറഞ്ഞു വെച്ചേക്കുന്നതുകൊണ്ട് ഈ മുഖ്യമന്ത്രിക്ക് ഈ പെന്തക്കോസ്ത് സമൂഹത്തോടും ഇതുപോലെയുള്ള പ്രാർത്ഥനാ കൂട്ടായ്മകളിൽ ഇദ്ദേഹം അവിടെ പോയി പ്രാർത്ഥിപ്പിച്ചിട്ടുള്ളത് കൊണ്ട്, കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ജയിക്കാൻ വേണ്ടി എന്ത് തരികിടയും കാണിക്കാൻ, ജീവിക്കാൻ വേണ്ടി മരിക്കാൻ വരെ തയ്യാറാന്ന് പറയുന്ന പോലെ എന്ത് തരികിട കാണിച്ചിട്ടാണെങ്കിലും വേണ്ടുകയില്ല എനിക്ക് ജയിക്കണം എന്നുള്ളത്. അങ്ങനെ പോയ കൂട്ടത്തിൽ എല്ലായിടത്തും പോയി. അപ്പോൾ അങ്ങനെ പോയടുത്ത് പള്ളിയിലും പോയി, അമ്പലത്തിലും പോയി, മോസ്കിലും പോയി, മറ്റു പല സ്ഥലങ്ങളിലും പോയി. ഇനി പോകാനുള്ള ക്ഷേത്രങ്ങളൊന്നുമില്ല, ഗുരുവായൂർ പോയി, എല്ലാ ക്ഷേത്രങ്ങളിലും പോയി. അങ്ങനെ പോയ കൂട്ടത്തിലാണ് ഈ പെന്തക്കോസ്ത് ആരാധനാലയത്തിലൊക്കെ പോയത്. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഇവർ പറഞ്ഞ് വിശ്വസിപ്പിച്ച് വെച്ചിരിക്കുകയാണ്, ഞങ്ങളുടെ പ്രാർത്ഥന കൊണ്ടാണ് വി ഡി സതീശൻ മുഖ്യമന്ത്രിയായിരിക്കുന്നത്, അതുകൊണ്ട് എന്ത് ചെയ്തു, കേസെടുക്കില്ല.
അപ്പോൾ ഇതാണ് ഇതിൻ്റെ അകത്തെ ഒരു പ്രശ്നം. അപ്പം നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏതൊരു സംസ്ഥാനത്തും നിയമത്തിൻ്റെ അനുസരിച്ചല്ല ഈ ഭരണം മുമ്പോട്ട് പോകുന്നു. തങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ അറസ്റ്റ് ചെയ്യും, തങ്ങൾക്ക് ഇഷ്ടമല്ലാത്തവരെ അറസ്റ്റ് ചെയ്യും, തങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ അറസ്റ്റ് ചെയ്യില്ല, അവരെന്ത് കാണിച്ചാലും. ഇപ്പോൾ വേണ്ട ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങളൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ പല കാര്യങ്ങളുണ്ട്. അപ്പം ഞാനീ പറഞ്ഞു വന്നത്, ജനം ടി വി നിരന്തരമായി ചോദിക്കുന്നു, പാസ്റ്റർ ബിനു വാഴമുട്ടം ഇദ്ദേഹം ഒരു പീഡകനാണ്, അതോടൊപ്പം തന്നെ ഇദ്ദേഹം ക്രിമിനൽസിനെ വെച്ചു, അതോടൊപ്പം ഇദ്ദേഹം മറ്റ് മതങ്ങളെ അവഹേളിച്ചു, ഇത്രയൊക്കെ ഉണ്ടായിട്ടും കേരളത്തിൽ എന്തുകൊണ്ട് ഇദ്ദേഹത്തിനെതിരെ കേസെടുക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ ഇതിനെതിരെ പ്രതികരണമായി പല ആളുകൾ രംഗത്ത് വന്നു. പല പെന്തക്കോസ് സംഘടനകളും പാസ്റ്റർ ബിനു വാഴമുട്ടത്തിന് അനുകൂലമായി എന്ത് ചെയ്തിട്ടുണ്ട്, പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ചില യൂട്യൂബർമാരൊക്കെ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. എന്നാൽ ഇവർ പലരും മനസ്സിലാക്കാത്ത ഒരു സത്യമുണ്ട്. ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത്, ഈ ആത്മീയത എന്ന് പറയുന്നത് ഓരോ ദിവസവും ചെല്ലും തോറും ഇത് നശിച്ച് നാമാവിശേഷമായി അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ ആൾ ദൈവങ്ങൾ എന്ന് അറിയപ്പെടുന്ന പല ആളുകളും അവർ ഈ പ്രസ്ഥാനത്തെയും ഈ സുവിശേഷീകരണത്തെയും എന്ത് ചെയ്യാണ്, നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള ചിന്ത ഇവർ തിരിച്ചറിയുന്നില്ല. എല്ലാവർക്കും പണമായി, സൗകര്യങ്ങളുമായി. അപ്പോൾ ഒരു സഭ വളച്ചുകൂട്ടി വെച്ച് കഴിഞ്ഞാൽ 10 വിശ്വാസികൾ വന്നു കഴിഞ്ഞാൽ ആ വിശ്വാസികളിൽ നിന്ന് ലഭിക്കുന്ന ദശാംശവും പിടിയേരിയും അല്ലെങ്കിൽ സ്വോത്രകാഴ്ചയും വഴിപാടും കൊണ്ട് ഒരു പാസ്റ്റർക്ക് ഒരു മാസം 2-3 ലക്ഷം രൂപ സുഖമായിട്ട് ഏൺ ചെയ്ത് നല്ല കാറിലും നല്ല വാഹനത്തിലും നല്ല സൗകര്യത്തിലും ജീവിക്കാമെന്നുള്ളൊരു ധാരണയിലേക്ക് വന്നു. അപ്പോൾ ഇത് കുറേയൊക്കെ ഈ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ വേണ്ടി ഉപകരിക്കും എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നുമില്ല. ഇനി ഇതുകൊണ്ട് വരാൻ പോകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, 16 വയസ്സ് മുതലുള്ള കുട്ടികൾ ഈ പരിപാടി കണ്ടുപിടിച്ചു, നമുക്ക് എവിടെയെങ്കിലും പോയി ഒരു സഭ തുടങ്ങാം, അവിടെ ഒരു വിടുതൽ ശുശ്രൂഷ നടത്താം, അല്ലെ അവിടെ പല കാര്യങ്ങൾ നടത്താം. ഇങ്ങനെ നടത്തി കിട്ടുന്ന ഈ സ്വോത്രാഴ്ചയും ദശാംശം കൊണ്ട് സമൂഹത്തിലും മാന്യതയുണ്ട്, വിശ്വാസികളുടെ ഇടയിലും മാന്യതയുണ്ട്, ഇഷ്ടം പോലെ കാശുമുണ്ട്. ഈ ഒരവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രോഗം വന്നാൽ ചികിത്സിക്കണം, മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായാൽ നല്ല മനഃശാസ്ത്രജ്ഞനോ സൈക്കോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകളെ, കൗൺസിലേഴ്സിനെ കാണണം. അങ്ങനെ എല്ലാ പ്രശ്നങ്ങൾക്കും ഇവിടെ പരിഹാരമുണ്ട്. എങ്ങനെയുണ്ട്? അതിൻ്റേതായിട്ട് രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യമുള്ളത്. പക്ഷേ ഇന്നത് മാറി, ഇന്ന് പല ആളുകളെയും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ഇവയ്ക്കാണ്. പക്ഷേ നമ്മളിതിൻ്റെ അകത്ത് മനസ്സിലാക്കേണ്ടത്, ഇതുകൊണ്ട് ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ കുറേ ആളുകൾ അവരുടെ മദ്യപാനം ഉപേക്ഷിക്കുന്നുണ്ട്, ബീഡി വലി, പുകവലി ഉപേക്ഷിക്കുന്നുണ്ട്. എന്നാൽ കുടുംബ പ്രശ്നങ്ങളിൽ നിന്ന് കുറേ ആളുകൾക്ക് വിമുക്തി ലഭിക്കുന്നുണ്ട്, അതിൻ്റെ അകത്ത് യാതൊരു സംശയമില്ല. പക്ഷേ ഇതിൻ്റെ എല്ലാം മറവിൽ വലിയ ചൂഷണം നടക്കുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയാതെ പോകരുത്. അപ്പോൾ ഈ സ്ഥിതിയിലേക്ക് ഇങ്ങനെ തുടർന്നു പോയാൽ, ഇപ്പോൾ പല പാസ്റ്റർമാരും ഭീഷണികളുമായി രംഗത്തെത്തി, അടിച്ചാൽ തിരിച്ചടിക്കും, കുത്തിയാൽ തിരിച്ചു കുത്തും, ഞങ്ങളുടെ കൂട്ടത്തിൽ വെട്ടാനും കൊല്ലാനും ചാകാനും കഴിവുള്ള ആളുകളുണ്ടെന്നൊക്കെ ഉള്ള ഒരു ധാർഷ്ട്യം ഇപ്പോൾ ഓരോരുത്തരുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇതൊന്നും സുവിശേഷീകരണത്തിൻ്റെ ഭാഗമല്ല, ക്രിസ്തുവിൻ്റെ മാർഗവുമല്ല. അപ്പോൾ ജനം ടി വി നിരന്തരമായി വാഴമുട്ടത്തെ അറസ്റ്റ് ചെയ്യണം, വാഴമുട്ടത്തിനെതിരെ ഇത് പറയുമ്പോൾ ഞാൻ എൻ്റെ വശം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനോ അറസ്റ്റ് ചെയ്യാതിരിക്കാനോ ഒന്നുമല്ല ഞാൻ പറഞ്ഞത് ഈ ദിവസങ്ങളിൽ കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ഈ ന്യൂ ജനറേഷൻ ചർച്ചകളുടെ വളർച്ച കൊണ്ട് കേരളത്തിൽ ആത്മീയതയിലാണ് പോക്ക് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത് ആത്മീയതയിലല്ല. ഇത് പലർക്കും പണമുണ്ടാക്കാനുള്ള ഒരു സ്രോതസ്സും സുഖമായിട്ട് കൈ നനയാതെ ജീവിക്കാൻ വേണ്ടിയുള്ളൊരു മാർഗം. ഇതുകൊണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഈ തലമുറ ഇത് കണ്ടുപഠിക്കും. ഇനി വരുന്ന ഒരു 10-15 വർഷത്തിനുള്ളിൽ കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും എല്ലാം നമ്മൾ ഈ പെട്ടിക്കടകൾ കാണുന്ന പോലെ ഇതുപോലെയുള്ള വിടുതൽ ശുശ്രൂഷകൾ എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേക സൈസിൽ പരിപാടികൾ ആരംഭിക്കും. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് പോയി കഴിയുമ്പോഴത്തേക്കും ക്രിസ്തീയ കോളത്തിൽ ഞങ്ങളൊക്കെ ഉൾപ്പെട്ട് നിൽക്കുന്ന ഈ പെന്തക്കോസ് സമൂഹം എന്ന് പറയുന്ന ഈ സമൂഹത്തിൽ വലിയ കോളിളക്കം തന്നെ സൃഷ്ടിക്കുകയും വലിയൊരു പ്രശ്നക്കാരായി തന്നെ ഇത് മാറുകയും ചെയ്യും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. പലരും ഇതൊരു നല്ലൊരു ഉപജീവന മാർഗമായിട്ട് കണ്ടെത്തും. പല ആളുകളും ഇത് വരുമാന മാർഗമാക്കുന്നു. ഇത് പിന്തുടരാനായിട്ട് തയ്യാറാണ്. അത് കവലപ്രസംഗങ്ങളിലേക്ക് വരും, മറ്റു പലതിലേക്കും വരും. ഇതുകൊണ്ട് സുവിശേഷത്തിന് യാതൊരു വളർച്ച ഉണ്ടാകുകയില്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്.